ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ഇഡി ഉടൻ സമൻസ് അയക്കും. SIT കേസുകളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇഡി നീക്കം. രാഗിനുണ്ട് ഒരു വിശദാംശങ്ങൾ നൽകാനായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഇഡിയുടെ അടുത്ത നീക്കമാണ് നമ്മൾ ഉറ്റുനോക്കുകയാണ്. എങ്ങനെയായിരിക്കുമെന്ന് വിശദാംശങ്ങൾ എന്താ ഇഡിയുടെ? മോത്തി, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കേസെടുത്തിരുന്നു, റെയ്ഡ് അടക്കം നടത്തിയിരുന്നു. പക്ഷേ മുന്നോട്ട് നേരിട്ടൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിബന്ധം എന്ന് പറയുന്നത് ഈ പ്രതികളെല്ലാം ജയിലിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ കോടതിയിൽ അപേക്ഷ നൽകി ജയിലിൽ പോയി ചോദ്യം ചെയ്ത് അത്തരം നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ എങ്ങനെ വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി ആലോചിക്കുകയായിരുന്നു. കോടതിയിൽ അപേക്ഷ കൊടുക്കാനുള്ള തീരുമാനമൊക്കെ ആയി മുന്നോട്ട് പോകാം എന്ന നിലയിൽ ആയിരുന്നു ഇഡി. ഈ ഘട്ടത്തിലാണ് മുരാരി ബാബു ഇതിലൊരു പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആണ്. മുരാരി ബാബു ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ മുരാരി ബാബുവിന് സമൻസ് അയക്കും, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിക്കും. തുടർന്ന് ഇഡി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം മുരാരി ബാബു ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചടുലമായിട്ടുള്ള ഈ ഘട്ടത്തിലെ നീക്കം. എന്തായാലും ഉടൻ തന്നെ നോട്ടീസ് അയക്കുമെന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപ മൂല്യം വരുന്ന സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പ്രതികളുടെ മരവിപ്പിക്കൽ കണ്ടുകെട്ടൽ നടപടികളിലേക്ക് അടക്കം കടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നേരത്തെ ഹൈക്കോടതി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ തള്ളുന്ന ഘട്ടത്തിൽ, കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ ഹൈക്കോടതി തള്ളുന്ന ഘട്ടത്തിൽ പറഞ്ഞത് 2 കേസിലെയും പ്രധാനപ്പെട്ട പ്രതിയാണ്. മാത്രമല്ല, ഈ പറയുന്ന ക്ഷേത്രത്തിലെ സ്വത്ത് കൊള്ളയടിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന തരത്തിലാണ് കോടതിയിൽ തന്നെ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ പറയുന്ന 2019 കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ ഈ ശബരിമലയിലെ ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പതിപ്പിച്ച പാളികൾ ചെമ്പെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു. ആദ്യഘട്ടത്തിൽ മുരാരി ബാബു സസ്പെൻഷനിലും പോയിരുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ മുരാരി ബാബുവിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്അപ്രോപ്രിയേഷൻ ഉണ്ട് എന്ന തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം റെയ്ഡിൽ ഈ സ്വർണം ചെമ്പാക്കിയ രേഖകളടക്കം ഇഡി കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യൽ നിർണായകമാകും. എന്തായാലും ഉടൻ തന്നെ മുരാരി ബാബുവിന് നോട്ടീസ് അയക്കും എന്നതാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന.